ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നൊരു സൺഡേ വ്ലോഗാണ് കേട്ടോ. അതായത് നമ്മുടെ മക്കൾക്ക് ബിരിയാണി ഇല്ലാണ്ട് സൺഡേ പറ്റത്തില്ല. ഇനി അവർക്ക് സ്കൂളിലല്ല, ട്യൂഷനല്ല, എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ ഞാനും ഇക്കായും കൂടി ചേർന്ന് അവർക്കെല്ലാം വെച്ച് കൊടുക്കണം. അങ്ങനെ ഇതാ ഞാൻ രാവിലെ എണീച്ചപ്പോൾ ഉള്ള കോലമാണ് കേട്ടോ. പിന്നീട് ഞാൻ രാവിലെ എണീച്ച ഉടനെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പാത്രത്തിലായിട്ട് ജീരക വെള്ളമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അത് തിളപ്പിച്ചങ്ങ് വെക്കും. പിന്നെ അതിനുശേഷം ഞാൻ മന്ദം ദാ ഇങ്ങനെ ഒന്ന് ഇറങ്ങി പുറത്തോട്ടൊക്കെ ഒന്ന് നടക്കും ഗൈസ്. അങ്ങനെ ദാ ഞാൻ നടക്കാൻ പോവുകയാണ്. നടക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. എനിക്ക് കുറച്ച് സമയം ഇങ്ങനെ നടക്കണം കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ ഓട്ടോയും കാറും ഒക്കെ ദാ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പം ഞാൻ ദാ ഇങ്ങനെ മന്ദം ഇക്ക സ്കൂട്ടിയിൽ ഇറച്ചിയൊക്കെ മേടിക്കാൻ പോയതാണ്. എന്നിട്ട് എൻ്റെ ചെടികൾ ചുമ്മാ കുറച്ച് ചെടികൾ ഇക്ക നടന്ന ചെടികളാണ്. ഇതൊക്കെ ഒന്ന് നോക്കാം എവിടെയാ ഗൈസ് സമയം. എന്നിട്ട് ഇതാ ഇങ്ങനെയൊന്ന് നടക്കും കേട്ടോ. ഇങ്ങനത്തെ ഒരു നടത്തം മാത്രമാണ് എൻ്റെ ജീവിതത്തിലുള്ള ഏക ആശ്വാസം. കാര്യം ഷോപ്പിൽ പോകണം. ഇപ്പോൾ ഇത്തിരി തടി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വെയിറ്റ് ഒന്ന് ലോസ് ചെയ്യുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നടക്കുന്നതൊന്നും ഇല്ലല്ലോ. അപ്പം ചെറിയൊരു എക്സസൈസിലൂടെയും ചെറിയൊരു ഡയറ്റിലൂടെയൊക്കെ ഞാൻ എന്താ ഇച്ചിരി ഒന്ന് ഉണങ്ങി. ചിലവർക്ക് ഞാൻ ഉണങ്ങുന്ന ഇഷ്ടമാണ്, ചിലവർക്ക് ഉണങ്ങുന്ന ഇഷ്ടമല്ല. അങ്ങനെ ഇതാ ഇങ്ങനെയൊക്കെ ഒന്ന് നടന്നു ഗൈസ്. അപ്പോഴത്തേക്ക് എൻ്റെ മാരം വന്നപ്പോഴത്തേക്ക് ചിക്കനും ബീഫും ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ മല്ലിയില, പുതിനയില. അപ്പോൾ ഇവരുടെ ട്യൂഷൻ ഇന്ന് പ്രോഗ്രാമാണ്. അപ്പോൾ ഇക്കാണ് കേട്ടോ ചോറ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഇതാ അതൊക്കെ ഒന്ന് സെറ്റാക്കി. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ വെച്ചാലും നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. അങ്ങനെ ഇതാ ബീഫും ഉണ്ട്. ബീഫിനെ ഞാൻ തട്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ടു. അപ്പം ബീഫ് നല്ല ബീഫായിരുന്നു കേട്ടോ. നമ്മൾ കാണുന്നതിനെ കാട്ടിയിട്ട് നല്ല ബീഫാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെച്ചപ്പോഴത്തേക്കും. അപ്പോൾ ബീഫിനെ തട്ടി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടു. പിന്നെ അതിന് ശേഷം മറ്റേ കവറിൽ ചിക്കനായിരുന്നു. ആ ചിക്കനെയും തട്ടി ഇട്ടു കേട്ടോ. ഇത് ഫ്രൈ ചെയ്യാനാണ്. അങ്ങനെ ഇതാ അതൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്താലേ ഇവിടെ ആളുകൾക്ക് ഇഷ്ടപ്പെടുത്തുള്ളൂ. പിന്നെ ഇന്ന് പരിപ്പ് കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് പ്ലാൻ ഇട്ടിരിക്കുന്ന നെയ്ച്ചോറ് പോലെ വെക്കാമെന്ന് പറഞ്ഞൊരു പ്ലാനാണ്. അങ്ങനെ ഇതാ 2 ഇറച്ചി 2 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിതാ കരൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കരൾ. ഇക്കാക്കും എനിക്കും മക്കൾക്കും ഒക്കെ ഇഷ്ടമാണ്. ഇക്ക കുറച്ച് കഴിക്കത്തുള്ളൂ, ഞാനും മക്കളും ഭയങ്കരമായിട്ട് കഴിക്കും കേട്ടോ. ചിക്കൻ്റെ കരൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതാ നമ്മുടെ പോത്തിറച്ചീനെ കഴുകാൻ വെച്ചു. അതുപോലെ തന്നെ ചിക്കൻ എടുത്തു, അതിനെ ദാണ്ട് റെഡിയാക്കി കഴുകാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇതാ വെള്ളമൊക്കെ ഒഴിച്ച് വെക്കുന്നു. കുറച്ച് സമയം ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വയ്ക്കും. അതിനുശേഷം ഇക്ക വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ സവോളയും കൊച്ചുള്ളിയും തൊലിച്ച് വെച്ചിട്ടുണ്ട്. കാര്യം ഇക്ക വിളിച്ച് പറയും ഇന്ന ഇറച്ചിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മുടെ ബീഫ് കറിക്ക് പ്രധാനമായിട്ട് വേണ്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചുള്ളിയാണ്. അങ്ങനെ ഇതാ ബീഫിൻ്റെ അകത്ത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറി മസാല, തോനിയും കുരുമുളക് പൊടി എല്ലാം ചേർത്ത് വൃത്തിയാക്കിയ ബീഫ് ഞാൻ പുരട്ടി കുറേ നേരം ഒരു അരമണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കും. അങ്ങനെ ഇതാ അതൊക്കെ വെച്ചു. പിന്നെ അതിന് ശേഷം ഉച്ചയ്ക്ക് ഞാൻ ഷോപ്പ് പോയിട്ട് വന്നതിന് ശേഷം എന്താ നമ്മുടെ ബീഫ് കറിയായി, സാലഡായി, പരിപ്പ് കറിയായി, ഇതെല്ലാം ഞാനാണ് കേട്ടോ വെച്ചത്. ഇക്ക ചോറ് മാത്രമേ വെച്ചുള്ളൂ. ചിക്കൻ ഫ്രൈ ആയി, പപ്പടമുണ്ട്, പിന്നെ ഇതാ മാങ്ങാച്ചാറുണ്ട്, പഴമുണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ കൂട്ടി കഴിക്കാം. അങ്ങനെ ഞാനും മക്കളും ഇക്കായും കൂടി ഇതാ കഴിക്കാൻ പോവുകയാണ്. ഞായറാഴ്ച ആയിക്കൊണ്ടിട്ട് ഉച്ചയ്ക്ക് ശേഷം ഷോപ്പിൽ പോകണ്ട എന്നുള്ളൊരു ആശ്വാസമുണ്ട് ഗൈസ്. അങ്ങനെ ഇതാ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അച്ചാറൊക്കെ ഇന്നിട്ട അച്ചാറാണ്. എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം. വരൂ എല്ലാവരും വരൂ. അപ്പോൾ അതാ പരിപ്പ് കറി നല്ല സൂപ്പർ പരിപ്പ് കറിയായിരുന്നു എന്ന് മക്കൾ പറഞ്ഞു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ അപ്പോഴപ്പോഴും തോന്നിയാണ്. ഇതാണ് കേട്ടോ അവർക്ക് ട്യൂഷന് കൊണ്ടുപോകാനായിട്ട് ഇക്ക ദമ്മ് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് ബിരിയാണി. നല്ല കുഞ്ഞരിയുടെ ചോറാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെ അതൊക്കെ ഞാനൊന്ന് വീഡിയോ എടുത്തു. വലിയ ചെമ്പിൻ്റെ അകത്താണ്, 5 കിലോയോളം വരുമെന്ന് തോന്നുന്നു. അങ്ങനെ ഇതാ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പ്രോഗ്രാമിന് കൊണ്ടുപോകാനാണ്. ചിലവർക്കൊക്കെ അറിയത്തില്ലല്ലോ. അപ്പം ആ ടീച്ചറിനെ അറിയത്തില്ല എന്ന് പറഞ്ഞു ചോറ് വയ്ക്കാൻ. അങ്ങനെ ഇക്കത് ദമ്മിൻ്റെയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഞായറാഴ്ചത്തെ വ്ളോഗ്. നെക്സ്റ്റ് ഒരു വ്ളോഗുമായിട്ട് കാണാം. ടാറ്റാ, ബൈ.